നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ദൃശ്യകലയിലെ കഥകളിയെക്കുറിച്ചാണ്. ഓരോന്നായി നോക്കാം. നൃത്തനാട്യം, ഡാൻസ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. ദ ടോട്ടൽ തിയേറ്റർ എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച കലാരൂപം കഥകളി. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. രാമനാട്ടം എന്ന കലാരൂപത്തിന് രൂപം നൽകിയ വ്യക്തി കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. ആട്ടക്കഥ രചന നടത്തിയ ഏക വനിത കുട്ടിക്കുഞ്ഞി തങ്കച്ചി, ഇരയിമ്മൻ തമ്മിയുടെ മകൾ. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക രചിച്ചതാര്? കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം 24. തിരുവിതാംകൂറിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ ഭരണകാലത്താണ്? ഉത്രം തിരുനാൾ. കേരളത്തിൻ്റെ തനതു കലാരൂപം കഥകളി. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ശംഖ്. കഥകളി പഠിപ്പിക്കുന്ന വിദ്യാലയം കളരി. കഥകളിയിലെ വേഷങ്ങൾ പച്ച സ്വാത്തികം, കത്തി ദുഷ്ടകഥാപാത്രം, കരി രാക്ഷസി, താടി ഭീകര കഥാപാത്രം, മിനുക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ. സ്വാത്തിക കഥാപാത്രങ്ങൾ അതായത് ഇന്ദ്രൻ, നളൻ, കൃഷ്ണൻ, അർജുനൻ, ധർമ്മപുത്രർ, ശ്രീരാമൻ, ലക്ഷ്മണൻ തുടങ്ങിയവ. അവയെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം പച്ച. ദുര്യോധനൻ ഏതു കത്തി വേഷമാണ്? കുറുങ്കുത്തി. രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അതായത് രാവണൻ, ദുര്യോധനൻ, ശിശുപാലൻ, കംസൻ, കീചകൻ തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കത്തി. രാക്ഷസികളെ പ്രതിനിധീകരിക്കുന്ന അതായത് ശൂർപ്പണഖ, സിംഹിക, ലങ്കാലക്ഷ്മി. കഥകളിയിലെ വേഷം കരി. സ്ത്രീകൾ, മുനിമാർ, ദൂതൻ, ബ്രാഹ്മണർ എന്നീ കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്ക്. താടി വേഷത്തിൽ എത്ര വകഭേദങ്ങളുണ്ട്? അവയേതെല്ലാം? 3. വെള്ള, ചുവപ്പ്, കരി. കഥകളിയിൽ ഭീകരവേഷത്തിന് ഉപയോഗിക്കുന്ന താടി ചുവന്ന താടി ബാലിയുടെ. കഥകളിൽ ദുഷ്ടകഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന താടി കറുത്ത താടി കലി. കഥകളിയിൽ സ്വാതിക ഗുണത്തോട് കൂടിയ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന താടി വെളുത്ത താടി ഹനുമാൻ, നന്ദികേശൻ. കരിവേഷം ഏതു ഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? തമോ ഗുണം. മഹർഷിമാർക്ക് ഏതുതരം വേഷമാണ് ഉപയോഗിക്കുന്നത്? മിനുക്കുവേഷം. നന്മയും തിന്മയും ഇടകലർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷം കത്തി. വെള്ളത്താടിയുടെ മറ്റൊരു പേര് വട്ടമുടി. കഥകളിയിലെ ചടങ്ങുകളെ വിളിക്കുന്ന പേര് അഷ്ടാംഗങ്ങൾ. കഥകളി ആരംഭിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. കഥകളിയിലെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങ് ധനാശി. കപ്ലിങ്ങാടൻ, കല്ലുവഴിച്ചിട്ട, കല്ലടിക്കോടൻ ശൈലി, വെട്ടത്ത് എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരം ന്യൂഡൽഹി. കഥകളിയിൽ പിന്നണി പാടുന്നവരെ വിളിക്കുന്ന പേര് പൊന്നാനി. കഥകളിയിൽ പിന്നണി പാടുന്നവരുടെ സഹായി ശിങ്കിടി. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണം കച്ചമണി. 2019 മുതൽ കഥകളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഒക്ടോബർ 16, വള്ളത്തോൾ ജന്മദിനം. കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിൻ്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി. കഥകളി നടക്കുന്ന അരങ്ങിൽ കൊളുത്തിവെക്കുന്ന വിളക്കിൻ്റെ പേരെന്ത്? ആട്ടവിളക്ക്. കഥകളി രംഗം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? KPS മേനോൻ. ഹസ്തലക്ഷണ ദീപികയിൽ എത്ര മുദ്രകളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? 24 മുദ്രകൾ. ഒരേ സമയത്ത് കലകളുടെ രാജാവും രാജാക്കന്മാരുടെ കലയും എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. കഥകളി ഗായകൻ്റെ പാട്ടിനൊത്ത് മുദ്രകൾ കാട്ടി അഭിനയിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ചൊല്ലിയാട്ടം. ഊമക്കളി എന്ന് പരിഹസിച്ചിരുന്ന കേരളീയ കലാരൂപം പിന്നീട് ലോകപ്രശസ്തമായി. ഏതാണ് ആ കലാരൂപം? കഥകളി. കഥകളിയിലെ ചടങ്ങുകൾ കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകങ്ങൾ, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം,
ധനാശി. കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാലുടൻ നടക്കുന്ന ചടങ്ങ് അരങ്ങുകേളി അഥവാ കേളിക്കൈ. കേളിക്കൈ കഴിഞ്ഞാലുടൻ തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങ് തോടയം. 2 മിനുക്കുവേഷങ്ങൾ തിരശീലയ്ക്കു പിന്നിൽ നിന്ന് ഗായകർ ചൊല്ലുന്ന ഈശ്വരസ്തുതികൾക്കനുസൃതമായി നൃത്തം ചെയ്യുന്നതാണ് തോടയം. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് പുറപ്പാട്. നായികാനായകന്മാർ അരങ്ങത്തു പ്രവേശിക്കുന്ന ചടങ്ങ് പുറപ്പാട്. മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളിയിലെ വെട്ടത്ത് സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് വെട്ടത്ത് രാജാവ്. വെട്ടത്ത് രാജാവ് കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് വെട്ടത്ത് സമ്പ്രദായം. കഥകളി പ്രകാരം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? പന്നിശ്ശേരി നാണുപ്പിള്ള. കഥകളി പ്രകാശിക എന്ന ഗ്രന്ഥം രചിച്ചതാര്? മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ. കഥകളി സമ്പ്രദായങ്ങളിൽ ഒന്നായ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കപ്ലിങ്ങാട് നാരായണൻ നമ്പൂതിരി. കഥകളിയിലെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വെള്ളാട്ടു ചാത്തുപ്പണിക്കർ. കല്ലുവഴിച്ചിട്ട എന്ന അവതരണ രീതി ആവിഷ്കരിച്ചതാരാണ്? ഇട്ടിരാരിച്ച മേനോൻ. കഥകളിയിൽ ശ്രീകൃഷ്ണ വേഷത്തിൻ്റെ കിരീടം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൃഷ്ണമുടി. കഥകളി വേഷക്കാരുടെ മുഖത്ത് ചായവും അലങ്കാരപ്പണികളും നടത്തുന്നതിന് പറയുന്ന പേര് ചുട്ടിക്കുത്ത്. ലോകത്തിലെ ഏറ്റവും കട്ടി കൂടിയ മുഖത്തേപ്പ് എന്ന ഗിന്നസ് റെക്കോർഡ് ഏതിനാണ്? കഥകളിയിലെ ചുട്ടിക്ക്. ഭയപ്പെടുത്തുന്ന ഭാഗം കഥകളിൽ അവതരിപ്പിക്കുന്ന വേഷമേത്? നിണം. വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായമാണെങ്കിൽ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്ന സമ്പ്രദായം ഏതാണ്? കപ്ലിങ്ങാടൻ. കഥകളിയുടെ വിശേഷണങ്ങൾ ഉദാത്ത നാട്യരൂപം, നൃത്തനാട്യം, സമഗ്ര നൃത്തം. വേടന്മാരും നായാട്ടുകാരുമായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷം കറുത്ത താടി. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് കഥകളിയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.